ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് റിനോൾട്ടിൻ്റെ കിഡാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കടകടാന്നുള്ളൊരു സൗണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള സൗണ്ട്, അതായത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഒരു കടക്കടക്കടക്കടക്കടന്നുള്ള ഒരു സൗണ്ട്, അതായത് എൻജിൻ വൈബ്രേഷൻ എപ്പോൾ ആവുന്നു നമ്മൾ ഇപ്പോൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ ആ ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു കടകട സൗണ്ട് കേൾക്കുന്നു. അതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ കസ്റ്റമറോട് നമ്മൾ ചോദിച്ച സമയത്ത് വണ്ടി അടി ഇടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് കംപ്ലയിൻ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ബോണറ്റ് തുറന്ന് എൻജിൻ റൂമിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതൊരു കിടക്കിടക്കെന്നുള്ളൊരു സൗണ്ട്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കിടക്കടകടാന്നുള്ളൊരു സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? നല്ല മഴ, ഒരു കിടക്കെന്നുള്ളൊരു സൗണ്ട് ഇപ്പോൾ കിട്ടും. ഒന്ന് നോക്കിയത് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേ. ഒരു കിടക്കെന്നുള്ളൊരു സൗണ്ട്, ഒരു മുട്ടുന്ന സൗണ്ട് നമുക്കിപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് വണ്ടിയുടെ അടിയിൽ പോയിട്ടൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിയുടെ അടിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മുട്ടുന്ന സൗണ്ട് നമുക്ക് വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുമോയെന്നറിയില്ല, പക്ഷെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വണ്ടി അടി ഇടിച്ചിട്ടുണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ വണ്ടിയുടെ ഒരഞ്ഞ പാട് നമുക്ക് പുതിയ പാടാണ്. ഇവിടുന്ന് ഒരഞ്ഞ് ഈ ഭാഗത്ത് ഒരഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഒരവ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സൈലൻസറിൻ്റെ ഭാഗത്തും ഒരവ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും ഒരവ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അടി ഇടിച്ച സമയത്ത് ഒരു കല്ലിൽ കയറി എന്നാണ് പറഞ്ഞത്. കല്ലിൽ കയറിയപ്പോൾ ഈ സൈലൻസറിൽ വന്ന് മുട്ടിയിട്ട് നേരെ സൈലൻസർ ബോഡിയിൽ വന്നിട്ട് ടച്ച് ആയിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമോ? ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ. ഒന്നുകൂടെ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, ഓഫ് ചെയ്തോ. അപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ എൻജിൻ വൈബ്രേഷൻ വരുന്ന അവസരത്തിൽ, നമ്മൾ ഗിയർ ഇട്ടിട്ട് ക്ലച്ച് പെട്ടെന്ന് കാലെടുക്കുന്ന അവസരത്തിൽ, അതുപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഒരു എൻജിൻ വൈബ്രേഷൻ വരുമ്പോൾ ഈ സൈലൻസർ വന്നിട്ട് ഈ അടി ഇടിച്ചത് കാരണം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അടി ഇടിച്ചത് കാരണം ഈ സൈലൻസർ നേരെ ബോഡിയിൽ വന്നിട്ട് ടച്ച് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടച്ച് അതിൻ്റെ പാട് കാണാം. അപ്പോൾ നമ്മൾ എപ്പോൾ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താലും എൻജിൻ വൈബ്രേഷൻ, കാരണം എൻജിൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സൈലൻസറിന് ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏകദേശം ഇത്രയ്ക്ക് പ്ലേ സൈലൻസറിന് ഉണ്ട്. അപ്പോൾ ആ ഒരു അടി ഇടിച്ചത് കാരണം ഇവിടുത്തെ ബെൻഡ് നൂന്ന് പോയിട്ട്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബെൻഡുള്ള ഒരു സൈലൻസറാണ് വരുന്നത്. അത് അടി ഇടിച്ചത് മാത്രമേ ഈ ബെൻഡ് നൂന്ന് പോയിട്ട് നേരെ ബോഡിയിൽ വന്ന് മുട്ടിയിട്ടാണ് ഈ കിടക്കിടക്കെന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ എൻജിൻ വൈബ്രേഷനിൽ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ലിവർ വെച്ചിട്ട് ബെൻഡാക്കിയിട്ട് ഈ സൈലൻസർ താഴോട്ട് ആക്കി വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഈ ലിവർ വെച്ചിട്ട് ഈ ബെൻഡ് നമ്മൾ നൂത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈലൻസർ ഈ അടി തട്ടിയത് കാരണം, ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ അടി തട്ടിയത് കാരണം നേരെ ഈ സൈലൻസറിൻ്റെ ഈ ഭാഗം വന്നിട്ട് നേരെ ബോഡിയിൽ വന്നിട്ട് ടച്ച് ആയിരുന്നിട്ട് ഒരഞ്ഞ പാടാണ് ഈ കാണുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഓരോ സ്റ്റാർട്ടിങ്ങിലും അല്ലെങ്കിൽ എൻജിൻ വൈബ്രേറ്റ് ആകുമ്പോഴും അവിടെ കിടന്നിട്ട് ഈ ഭാഗം ബോഡി ഇങ്ങനെ മുട്ടി ഉരഞ്ഞിട്ടാണ് ഈ കിടക്കിടക്കിടക്കിടക്കിടക്കിടാന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. ഈ ഗിയർ ബോക്സ് മൗണ്ടിങ് ഒക്കെ പോകുന്ന പോലെയുള്ള ഒരു സൗണ്ടാണ് അതിൽ വരുന്നത്. നമ്മളെങ്ങനെയാണോ ഗിയർ ബോക്സ് മൗണ്ടിങ് പോകുമ്പോൾ ഉള്ള സൗണ്ട് കേൾക്കുന്നത്, അതേ സെയിം സൗണ്ട് തന്നെയാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ വണ്ടി ഓടിക്കുമ്പോഴും കേൾക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് വരില്ല. കാരണം ഈ ഭാഗത്ത് നോക്കിയാലും മനസ്സിലാവും ടച്ചായ പാട് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മേളിൽ ഒരഞ്ഞ പാടും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വണ്ടി അടി തട്ടിയിട്ട് ഈ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷേ ഈ ഭാഗത്ത് മുതലേ വണ്ടി അടി തട്ടിയിട്ടുണ്ട്. ഈ പാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തോ ഭാഗ്യത്തിന് ഇതിൽ അടി തട്ടിയിട്ടില്ല. ഇത് ഇതിൻ്റെ ക്രാങ്കേസാണ് വരുന്നത്, ഓയിൽ ഫാനാണ് വരുന്നത്. ഇതിൽ അടി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ
ഓയിലെല്ലാം ഫുള്ള് താഴെ വീണിട്ട് നേരെ ഓയിലില്ലാണ്ട് പിസ്റ്റം പിടിച്ച് പിന്നെ ക്രാങ്ക് പിടിച്ച് വണ്ടി ഓഫ് ആവുന്നതും പിന്നെ എൻജിൻ പണിയേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കട്ടറിൽ പോയി കഴിഞ്ഞാൽ വണ്ടി ലീക്ക് ആവുന്നുണ്ടോ, കൂളൻ്റ് ലീക്ക് ആവുന്നുണ്ടോ, ഇതൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വണ്ടി കട്ടറിൽ പോയി ഒരു സൗണ്ട് മാത്രം കേൾക്കുന്നുള്ളൂ, സൗണ്ട് ഗവനിക്കാതെ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ക്രാങ്കേസിലൊക്കെ അടി തട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ഓയിൽ ഡ്രോപ്പ് ആവും. ഓയിൽ താഴെ വീണിട്ട് നേരെ എൻജിൻ പണിയിലോട്ടൊക്കെ പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ചെറിയൊരു ഏശൽ പോലെ വന്നിട്ടുള്ളൂ. ഇവിടെ വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അടി തട്ടിയേക്കുന്നത് ഈ ഭാഗത്തൊക്കെ തട്ടിയിട്ടുണ്ട്. നേരെ ക്രാങ്കേസിന് അടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് അടി തട്ടിയിട്ട് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും ഏരിയയിലാണ് ആ കല്ല് എന്താണോ ആ കല്ല് വന്നിട്ട് നേരെ സൈലൻസറിൻ്റെ ഭാഗത്ത് വന്ന് ഇവിടെ ഒരു ബെൻഡുള്ളതാണ്. ആ ബെൻഡിൽ വന്ന് ഇടിച്ചു. നേരെ ഈ ഭാഗത്തോട്ട് അടി തട്ടിയിട്ടുണ്ട്. ഇവിടെ വരെ അടി തട്ടിയിട്ടുണ്ട്. ഇത്രയും തട്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നേരെ അടിച്ചിട്ട് നേരെ സൈലൻസർ ചെയ്തു. സൈലൻസർ നേരെ ബെൻഡ് ചെയ്തിട്ട് ബോഡിയിലോട്ട് മുട്ടിച്ചു കൊടുത്തു. അങ്ങനെ ബോഡിയിൽ മുട്ടിയിട്ടാണ് ഈ കിടക്കിടക്കിടക്കിടാന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടി വല്ലതും തട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ഓയിൽ ലീക്ക്, അതുപോലെ തന്നെ കൂളൻ്റ് ലീക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വണ്ടി ഓടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഡേഞ്ചറോ കാര്യങ്ങളൊന്നുമില്ല. സൈലൻസർ നേരെ പോയി മുട്ടിയാണ് നമ്മളിപ്പോൾ ബെൻഡ് ചെയ്തപ്പോൾ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് സൈലൻസർ അഴിച്ചിട്ട് ഇതിൻ്റെ കാരണം ഇവിടെയൊക്കെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടി തട്ടിക്കൊണ്ട് വന്ന പൊട്ടലും കാര്യങ്ങളുമാണ്. ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ സൗണ്ട് കേട്ടതിൻ്റെ കാരണം ഈ അടി തട്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈലൻസറിൻ്റെ ഈ ലീക്കിൻ്റെ ഭാഗത്തെ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ പോയി മുട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കി റിനോൾട്ട് കിട്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട്, അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ ഉള്ള സൗണ്ടിൻ്റെ വേരിയേഷനും കാര്യങ്ങളൊക്കെയാണ്. അതായത് വണ്ടി ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ എൻജിൻ വൈബ്രേഷനിൽ വരുന്ന സൗണ്ട് കാര്യങ്ങൾ. ഇതിനെ സംബന്ധിച്ചിടത്തോളം അടി തട്ടിയിട്ട് നേരെ സൈലൻസർ പോയിട്ട് ബോഡിയിൽ മുട്ടുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും സൈലൻസർ ഒരു മൂവ്മെൻറ്റ് വരും. ആ മൂവ്മെൻറ്റിൽ ബോഡിയിൽ പോയിട്ട് തട്ടുന്ന സൗണ്ടാണ് ആ കടകടകടാന്നുള്ള സൗണ്ട് കേട്ടത്. എൻജിൻ മൗണ്ടിങ് അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഗിയർ ബോക്സ് മൗണ്ടിങ്, ഇങ്ങനെയൊക്കെയുള്ള മൗണ്ടിങ് പോയി കഴിഞ്ഞാൽ ഇതേ സെയിം സൗണ്ട് തന്നെ കേൾക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അടി തട്ടിക്കൊണ്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.